ഇന്നത്തെ നമ്മുടെ മെനുവിലുള്ളത് വാഴയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അതിനായി 2 പച്ച വാഴയ്ക്ക എടുക്കുക. അത് തൊലി കളഞ്ഞ് ഇതേ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിനെ വീണ്ടും ചെറിയ രൂപത്തിൽ കട്ട് ചെയ്ത് ആ ഡിഷിലിരിക്കുന്ന രൂപത്തിലാക്കുക. വാഴയ്ക്ക മെഴുക്കുവരട്ടിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അതിനാവശ്യമുള്ളത് ഒരു 8 ചുവന്നുള്ളി, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ മുളക് ചതച്ചത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 തണ്ട് കറിവേപ്പില. നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഡിഷിലേക്ക് വാഴയ്ക്ക അരിഞ്ഞതിടുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക, ചതച്ച് വെച്ച മുളകിടുക, പാകത്തിന് ഉപ്പിടുക, 1 കപ്പ് വെള്ളം ഒഴിക്കുക. മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് അടച്ച് ഒരു 5-8 മിനിറ്റ് വെള്ളം വറ്റുന്നത് വരെ വേവിക്കുക. ഉള്ളി, വെളുത്തുള്ളി, കരിവേപ്പില ഇത് 3 ചതച്ച് എടുത്ത് വയ്ക്കുക. മെഴുക്കുവരട്ടി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചീനച്ചട്ടി വെച്ച് അതിൽ ഉലർത്തിയെടുക്കേണ്ടതാണ്. സ്റ്റൗ ഓണാക്കി ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇടുക. അത് ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിക്കുക. ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഈ ഉള്ളിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും വഴറ്റുക. അതിനുശേഷം ഈ വാഴയ്ക്ക അതിലേക്ക് ഇടുക. ഇത് ഇളക്കുക. വാഴയ്ക്ക ചക്കയും കൊണ്ട് നിരത്തിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഇളക്കുക. തുടർച്ചയായി ഇളക്കണ്ട, നിരത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. വാഴയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ പരുവം ആകുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കണം. ഇനി നമുക്ക് സെർവ് ചെയ്യാനായി ഡിഷിലേക്ക് എടുക്കാം.